ഇന്നലെ ആകാശത്തിനു മുകളിലൂടെ പറന്ന ഇറാനിയൻ വ്യോമസേനയുടെ യാക്-130 യുദ്ധവിമാനം തങ്ങളുടെ F-35 യുദ്ധവിമാനമായ അതിർ ഉപയോഗിച്ച് വെടിവെച്ചിട്ട് ഇസ്രായേൽ സേന. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു F-35 യുദ്ധവിമാനം ഉപയോഗിച്ച് ഒരു മനുഷ്യവിമാനം വെടിവെച്ച് വീഴ്ത്തുന്നത് എന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ IDF കുറിച്ചു. അമേരിക്കൻ പ്രതിരോധ ബഹിരാകാശ നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിന്റെ F-35 ലോകത്തിലെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആകൃതി, ആന്തരിക സെൻസറുകൾ, ആയുധങ്ങൾ, ഇന്ധനം എന്നിവ വിമാനത്തിന്റെ സ്റ്റെൽത്തിന് അല്ലെങ്കിൽ കുറഞ്ഞ നിരീക്ഷണക്ഷമതയ്ക്ക് കാരണമാണ്. ഇറാന്റെ യാക്-130 എന്നത് യാക്കോവ്ലേവും എയർ മാക്കിയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു സബ്സോണിക് 2 സീറ്റുകളുള്ള അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനർ ലൈറ്റ് കോമ്പാറ്റ് വിമാനമാണ്. അമേരിക്കയും ഇസ്രയേലുമായുള്ള യുദ്ധം 5ാം ദിവസത്തിലേക്ക് കടന്നതോടെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ബുധനാഴ്ച വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ തുടരുകയാണ്. കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഇതുവരെ പ്രഖ്യാപിക്കപ്പെടാത്ത പിൻഗാമി ഇസ്രായേൽ സർക്കാർ വധിക്കാനുള്ള നോട്ടീസ് നൽകി. ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പുലർച്ചെയാണ് ടെഹ്റാനിൽ സ്ഫോടനങ്ങൾ ഉണ്ടായത്. അതേസമയം ഇറാനിയൻ മിസൈലുകൾ തടയുന്നതിനായി തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയിട്ടുണ്ടെന്നും ജെറുസലേമിന് ചുറ്റും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളാണ് മിഡിൽ ഈസ്റ്റ് മേഖലയെ മുഴുവൻ പിടിച്ചുകുലുക്കിയ തീവ്രമായ മിസൈൽ ഡ്രോണുകളുടെ കൈമാറ്റത്തിന് കാരണമായത്. അതിൽ ഖമേനി കൊല്ലപ്പെട്ടു. 1 മാസമോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കും എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രവചിച്ച യുദ്ധം ആരംഭിച്ച് 5 ദിവസത്തിനുള്ളിൽ ഇറാനിൽ ഏകദേശം 800 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ രാജ്യത്തിന്റെ ഭാവി നേതാക്കളാകാൻ സാധ്യത ഉള്ളവരെ ട്രംപ് പരിഗണിച്ചിരുന്നു എന്നും ചിലർ ഉൾപ്പെടുന്നു. അതേസമയം ഇറാനെ പിന്തുണച്ച് പോരാട്ടത്തിൽ ചേർന്ന ഹിസ്ബുള്ള തീവ്രവാദികൾക്കെതിരെ തിരിച്ചടിക്കുകയാണ് എന്ന് ഇസ്രായേൽ പറഞ്ഞ ലബനനിലും സ്ഫോടനങ്ങൾ തുടർന്നു. ബാൽബക് നഗരത്തിലെ ഒരു റെസിഡൻഷ്യൽ സമുച്ചയത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 4 പേർ കൊല്ലപ്പെട്ടതായി ലബനൻ സർക്കാർ നടത്തുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനിയൻ ഭീകര ഭരണകൂടത്തിന്റെ ഭാഗമായി ടെഹ്റാനിലെ ബാസിജിലും ആഭ്യന്തര സുരക്ഷാ കമാൻഡ് സെന്ററുകളിലും ബുധനാഴ്ച തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിയെന്നാണ് ഇസ്രായേൽ സേന അറിയിക്കുന്നത്. ഇറാനിലുടനീളം നിയന്ത്രണം നിലനിർത്താൻ ഇറാൻ ഭരണകൂടം ലക്ഷ്യമിട്ട കമാൻഡ് സെന്ററുകൾ ഉപയോഗിച്ചു എന്ന് IDF പറഞ്ഞു. ഭരണകൂടത്തിന്റെ മിസൈൽ ലോഞ്ചറുകളും മറ്റ് സംവിധാനങ്ങളും IDF ആക്രമിച്ചു എന്നും അതേസമയം തുർക്കി വ്യോമ അതിർത്തിയിലേക്ക് പറന്ന ഇറാനിയൻ മിസൈൽ നാറ്റോ വ്യോമ പ്രതിരോധ സേന തകർത്തതായി തുർക്കി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തുർക്കി ഭാഷയിൽ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ ആർക്കും പരിക്കുകളോ നാശനഷ്ടങ്ങളോ സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. മിസൈൽ ഇറാഖി സിറിയൻ വ്യോമ അതിർത്തിയിലൂടെ കടന്നുപോയി തുർക്കി വ്യോമ അതിർത്തിയിലേക്ക് നീങ്ങുന്നതായി കണ്ടെത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മേഖലയിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കാൻ കാരണമായേക്കാവുന്ന നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് എല്ലാ കക്ഷികളും വിട്ടുനിൽക്കണമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. നാറ്റോ അംഗമായ തുർക്കിയുടെ പ്രസ്താവനയിൽ ഇപ്രകാരമാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.